ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഡെയ്സി ഡൂഡിൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്രോഷറ്റ് ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ഒരു യാൺ വേണം, ഹുക്ക്, സിസറ്. ഈ 3 സാധനങ്ങളാണ് ബിഗിനേഴ്സിന് വേണ്ടത്. ഞാൻ ഈ 3 സാധനങ്ങൾ കൊണ്ടാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്: യാൺ, ഹുക്ക്, സിസറ്. ഇനി നമുക്ക് ഈ യാണില്ലേ, ഇതിൻ്റെ അറ്റ ഭാഗം നമ്മൾ ഏതെങ്കിലും ഒരു ഫിംഗറിൽ ക്രോസ് ആയിട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം അവിടെ ഹോൾഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഫസ്റ്റ് ചുറ്റിയ ആ ഒരു വട്ടല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഹുക്കൊന്ന് കടത്തി കൊടുത്തിട്ട് എടുക്കുക. ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ അറ്റം പിടിച്ചിട്ട് ഇങ്ങനെ ക്രോസ് ഷേപ്പിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതാ ഫസ്റ്റ് ചുറ്റിയതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഹുക്കൊന്ന് എടുത്തിട്ട് നമ്മളവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് അതിനെ മെല്ലെ വലിക്കുക. ആ ഹോൾഡ് ചെയ്ത് വെച്ചാൽ അവിടെ വിടരുത്, ചെറുതായിട്ട് വലിച്ചിട്ട് മുറുക്കി കൊടുക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹുക്കുമ്മൽ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് 6 ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അവിടെ സ്ലോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒന്ന് ഹുക്കുമ്മ ഒന്ന് റൗണ്ട് ചെയ്യുക, എന്നിട്ടത് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അടിയിലേക്ക് വലിക്കുക. വീണ്ടും നമ്മൾ ഇത് രണ്ടാമത്തതാണ് ചെയിൻ സ്റ്റിച്ച്, മൂന്നാമത്താണ് ഇപ്പോൾ ചെയ്യണത്. വീണ്ടും നമ്മൾ ഒന്ന് ചുറ്റിയിട്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ തുടർച്ച 6 ചെയിൻ സ്റ്റിച്ചാണ് നമ്മളിവിടെ ചെയ്യണത്. എന്നിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എണ്ണി നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണത് ഫുള്ള് കുളമാവും. 6 ചെയിൻ സ്റ്റിച്ച് പറഞ്ഞാൽ 6 മാത്രം. നമ്മൾ ഈ ഹുക്ക് ഇട്ടണ ലൂപ്പില്ലേ, ആ ലൂപ്പ് കൂട്ടാതെയാണ് 6 ചെയിൻ സ്റ്റിച്ച് വേണ്ടത്. അതായത് ഞാൻ 5 ചെയിൻ സ്റ്റിച്ച് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 6 ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ 6 ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇട്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മളിപ്പം ഹുക്കുമ്മേലെ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇടുക. എന്ന് വെച്ചാൽ നമ്മൾ പൂവിൻ്റെ സർക്കിളാണ്, ഫ്ലവറിൻ്റെ സർക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതാ ഒന്നുകൂടി കാണിച്ചു തരാം. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് നമ്മൾ കെട്ടിട്ട് അതല്ല, ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താക്കണം, ഈ ഹുക്കൊന്ന് കടത്തി കൊടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഹുക്കുമ്മൽ 2 ലൂപ്പാണുള്ളത്. ഇനി ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരു ലൂപ്പ് വലിച്ചെടുക്കണം. ആ 2 ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക. അത് നമുക്ക് ഇവിടെ ഒരു സർക്കിളായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ മറ്റേ പെറ്റലിൻ്റെ ഭാഗമാണ് നോക്കേണ്ടത്. അതിനായിട്ട് 4 ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. അപ്പോൾ 1, 2, 3, 4 ഇതേപോലെ 4 ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇവിടെ നമ്മൾ ചുറ്റുമ്പോൾ തന്നെ 3 ലൂപ്പ് വേണം ഹുക്കുമ്മൽ. ഇപ്പോൾ 2 പ്രാവശ്യം ചുറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഹുക്കൊന്ന് കടത്തി കൊടുത്ത് മേലെ നിന്ന് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഹുക്കുമ്മൽ ടോട്ടൽ 4 ലൂപ്പാണ് ഉണ്ടാവുക. പിന്നെ ആ 4 ലൂപ്പിനെ നമ്മളൊന്നും കൂടി ഒരു ലൂപ്പായി വലിച്ചെടുത്തിട്ട് 2 ഉള്ളിൽ കൂടെ, ആദ്യത്തെ 2 ഉള്ളിൽ കൂടെ ഒന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിമേൽ 3 ലൂപ്പാണുള്ളത്. ഞാൻ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വലിച്ചെടുക്കുക. ഞാൻ പറയണേക്കാളും കാണുമ്പോൾ ആൾക്കാരെ മനസ്സിലാവുന്നു വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ആ ലാസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇതല്ല ഒരു പെറ്റൽ, ഇതൊരു പെറ്റലിന് നമ്മൾ ഒരു 1/4 ഭാഗം ഒരു പെറ്റൽ തുടങ്ങണുള്ളൂ. ഇനി അടുത്തതായിട്ട് വീണ്ടും 2 റൗണ്ട് ചുറ്റിയിട്ട് അവിടെ ചെയിൻ സ്റ്റിച്ച് ഇടണ്ട, ചെയിൻ സ്റ്റിച്ച് ഇടാതെ ചുറ്റിയിട്ട് നമ്മൾ ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കുക. എന്നിട്ട് ഈ ബാക്കിൽ കാണുന്ന നമ്മൾ ഈ ആണില്ലേ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് അതൊന്ന് ഒരു ലൂപ്പ് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ 4 ലൂപ്പ് കിട്ടും. അതിൽ ആദ്യത്തെ 2 ഉള്ളിൽ കൂടെ ഒന്ന് കടത്തി കൊടുക്കുക ഹുക്ക്.
അപ്പോൾ 3 ലൂപ്പ് കിട്ടും. പിന്നെ ആദ്യത്തെ 2 ഉള്ളിൽ കൂടെ. അങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള ഫുൾ സ്റ്റെപ്പ്. ഇത് നമ്മുടെ അറിയാതെ 3 ഉള്ളിൽ കൂടെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഫുൾ അയച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മോൾക്ക് കയറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വലിച്ചു കൊടുത്താൽ അവിടെ റെഡിയായി. ഇപ്പോഴും ഒരു പെറ്റലായിട്ടില്ല. ഇന്നും നമുക്ക് ഒരു ഇതും കൂടി ചെയ്യാണ്ട്, 1 2 ചെയ്യാണ്ട്. പിന്നെ നമ്മൾ ചുറ്റുന്നു, ഇങ്ങനെ ഇടുന്നു. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഈ സ്റ്റേജ് ആക്കാരും പലർക്കും നല്ല ടഫായിട്ട് തോന്നുന്നത്. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും സിമ്പിൾ സ്റ്റേജ്. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക പറഞ്ഞത് കുറച്ച് ഇതാണെങ്കിലും ആദ്യത്തെ 2 കൂടെ 2 വീതിച്ച് വലിച്ചെടുത്താൽ മതി. അവിടെ 3 ലൂപ്പുള്ള പോലെ ആണ്. അപ്പോൾ ആ 3 ഫസ്റ്റത്തെ 2 ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ ഞാൻ വലിച്ചെടുക്കുന്നത്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. ഇനി നമ്മൾ അവിടെ 4 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പെറ്റലിൻ്റെ അവിടെ 4 ഉണ്ടാവും. ഇനി നമ്മൾ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇവിടെ 4 ഇതുണ്ട്. ഇനി 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. 1 2 3 4. ഇനി നമ്മൾ ഇങ്ങനെ 2 പ്രാവശ്യം ചുറ്റേണ്ട ആവശ്യമില്ല. ചുറ്റാതെ നമ്മൾ എന്താടണം, ഇവിടെ ചുറ്റരുത്. എന്നിട്ട് ചുറ്റാതെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഒരു പെറ്റലാണ് കേട്ടോ. ഒരു പെറ്റൽ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. പിന്നെ അതാ 2 ലൂപ്പാണ് നമ്മൾ ഹുക്കുമുള്ളത്. പിന്നെ ഒരു ലൂപ്പ് വലിച്ചെടുത്തിട്ട് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു പെറ്റലുള്ളത്. ഇതേപോലെ രണ്ടാമത്തെ പെറ്റൽ, ഇതേപോലെ 4 പെറ്റൽ ഇനി ഉണ്ടാക്കാൻ ബാക്കിയുണ്ട്. ഇത് ഫസ്റ്റ് പെറ്റലാണ്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പെറ്റൽ. 5 ഇതായിട്ട് വരുന്നതാണ് ഫസ്റ്റ് പെറ്റൽ. പിന്നെ നമ്മൾ ആ ഹോളൊക്കെ ഒന്ന് പിടിച്ചിങ്ങനെ ഒന്ന് വലിച്ചു നോക്കുക, ടൈറ്റായിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് വലിച്ചു നോക്കുക. ഇനി നമുക്ക് 4 പെറ്റലാണ് ഉണ്ടാക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ പെറ്റൽ ഉണ്ടാക്കാൻ ഫസ്റ്റ് വേണ്ടത് 4 ചെയിൻ സ്റ്റിച്ചാണ്. അപ്പം രണ്ടാമത്തെ ഇത് ഞാൻ ഇവിടെ കാണിക്കണില്ല, കാരണം നമ്മൾ വീഡിയോ ഭയങ്കര ലോങ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടാമത്തെ ഇത് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ അതുണ്ടാക്കിയ ശേഷമാണ് ഞാനത് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പെറ്റൽ. ഇതേപോലെ ഇനി 3 പെറ്റലും കൂടി നമുക്ക് ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു പെറ്റലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. 2 പെറ്റലുണ്ട്, ഒരു പെറ്റലേ ഞാൻ നിങ്ങൾ കാണാതെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി 3ാമത്തെ പെറ്റൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ യാണ് അത്ര ക്വാളിറ്റി ഉള്ളതാണോ ചോദിച്ചിട്ടാണെങ്കിൽ ഓവർ ക്വാളിറ്റി ഇല്ലാത്ത യാണാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കെട്ടൊക്കെ വരുന്നുണ്ട്. നമ്മൾ 3ാമത്തെ ഇത് തുടങ്ങുന്നത് എങ്ങനെ വെച്ചിട്ടാണെങ്കിൽ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ്, അതുപോലെ തന്നെ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. 1 2 3. ഇപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എണ്ണ എപ്പോഴും തിട്ടപ്പെടുത്തുക, അത് എത്രയാണ് നമ്മൾ ഇട്ട് കൊടുത്തത് എന്നുള്ളത് എപ്പോഴും എണ്ണാണ്ട് നോക്കുക. ഇനി നമ്മളിത് 2 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ചുറ്റണം, ഹുക്ക് ചുറ്റണം. അപ്പോൾ 2 പെറ്റൽ ഉണ്ടാക്കി. ഇനി 3ാമത്തെ പെറ്റലിൻ്റെ തുടക്കമാണ് 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് 2 പ്രാവശ്യം ചുറ്റിയിട്ട് ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഹുക്കുമ്മൽ 4 ലൂപ്പാണുള്ളത് ഉണ്ടായിരുന്നത്. അതിൻ്റെ 2ത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഹുക്ക് കടത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് 3 ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ഫസ്റ്റത്തെ 2ത്തിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കടത്തി കൊടുക്കുക. പിന്നെ 2 ഉണ്ടാവുക, ആ 2ത്തിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് കടത്തി കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇങ്ങനെ ചുറ്റിയാണ്ട് ഇങ്ങനെ ആ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ നമ്മൾ എണ്ണ ആകുമ്പോൾ 4 ഇപ്പോൾ അതവിടെ 3 ആണുള്ളത്.
നമ്മൾ എണ്ണ ഇവിടെ നാലെണ്ണം നമ്മളിപ്പോൾ നാലാമത്താണ് ചെയ്യുന്നത് കണ്ടോ. ഇവിടെ 3എണ്ണമാണുള്ളത്. ഇനിയിപ്പോൾ നാലാമത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നാലാമത്തേനും വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ആദ്യത്തെ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. 4 ലൂപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ സെയിം റിപ്പീറ്റായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് 2എണ്ണത്തിനുള്ളിൽ കൂടെ ഒരുമിച്ച് വലിക്കാൻ കഴിയില്ലെങ്കിൽ ആദ്യം ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക, പിന്നെ രണ്ടാമത്തേൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. പിന്നെയും ഒരു ലൂപ്പ് എടുത്തതിന് ശേഷമാണ്, ഒന്ന് വലിച്ചതിന് ശേഷമാണ് പിന്നെ അടുത്തത് ചെയ്യേണ്ടത്. ഇപ്പോൾ അത് 4 ഇവിടെ ആയിട്ടുണ്ട്. ഇനി ആ പെറ്റൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആ പെറ്റൽ ക്ലോസ് ചെയ്യണത്. നമ്മൾ 4 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അതാ 3 ചെയിൻ സ്റ്റിച്ചാണ് ആയത്. ഇനി 4ാമത്തെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ 4 ചെയിൻ സ്റ്റിച്ചാണുള്ളത്. ഇനി ഇതിനതാ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് ഹുക്കുമ്മ ചുറ്റരുത്. അത് ഞാൻ എണ്ണി നോക്കുകയാണ് അവിടെ. ഇനി 3എണ്ണമാണോ 4എണ്ണമാണോ എന്ന് എണ്ണി നോക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഹുക്കില്ലേ അത് ഡയറക്റ്റായിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ നമ്മൾ ഇതിമേൽ 2 ലൂപ്പ്. ഈ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹുക്കുമുള്ള ഓരോരോ സർക്കിളില്ലേ അതാണ് ഈ ലൂപ്പ് നമ്മൾ ഹുക്കുമ്മ കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 പെറ്റൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വീഡിയോയിൽ കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അവിടെ 2 പെറ്റലും കൂടി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോയെന്ന്. അത് നമ്മൾ ഇനി ഇങ്ങനെ വലിച്ചിതാക്കുന്നതാണ്. ഇപ്പോൾ അതാ നമ്മൾ 4ാമത്തെ പെറ്റലും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി 5ാമത്തെ പെറ്റലിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ലാസ്റ്റിക്കിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ്, ചെയിൻ സ്റ്റിച്ച് അല്ല, അത് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അത് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ആ 4ാമത്തെ സ്റ്റെപ്പ് എത്തുന്നത് വരെ എന്താണ്ടോ ഇതിപ്പോൾ 5 പെറ്റൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 5ാമത്തെ പെറ്റൽ 4 ഇത് ചെയ്തിട്ടുണ്ട്. ഒരു പെറ്റൽ 5 ഇതാണ് ഉണ്ടാവുക, അതിൽ 4എണ്ണം ചെയ്തു. 5ാമത്തെ ഇതാ നോക്കുക. ആദ്യം നമ്മൾ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. 4 അതിനിടെ എൻ്റെ അടുത്തൊന്ന് ഹുക്ക് വിട്ടു പോകുന്നുണ്ട്. ഇത് കസ്വലോ അങ്ങനെ എന്തോ പറഞ്ഞൊരു യാണാണ്. പ്രിയൻ്റെ യാണാണ് ഏറ്റവും നല്ലത്. പ്രിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ യാണാണ് ഏറ്റവും നല്ലത്. എനിക്കങ്ങനെയാണ് തോന്നിയത്. പലർക്കും പല കംഫർട്ടാക്കാനും ഈ യാണ് മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ മീഷോയിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഓർഡർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ 2 പെറ്റലും ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊടുക്കുക. അത് നേർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വലിച്ചു കൊടുക്കുന്നത്. അവിടെ ടൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട് നേർക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതായത് നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ഫ്ലവറാണ്. ഞാൻ പറഞ്ഞേ കേട്ടിട്ടാണെങ്കിൽ വിചാരിക്കും നല്ല ടഫാണെന്ന്. പക്ഷെ ഇതൊരു സിമ്പിൾ ഫ്ലവറാണ്. ഇനിയാണ് നമ്മൾ സിസറിൻ്റെ ആവശ്യം ഇവിടെ വരുന്നത്. ഇതാണോ 5 പെറ്റലാണുള്ളത്. 5 പെറ്റലും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് ഓരോ ഫ്ലവറിൻ്റെ വലിപ്പം ഇരിക്കുക. പിന്നെ ചെയ്യുന്നതിനനുസരിച്ചുണ്ട് വലിപ്പം, പിന്നെ യാണിൻ്റെ ഡിഫറൻസും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവറിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇനി ഇതെങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ സിസർ എടുത്താണ്ട് ഒരു കുഞ്ഞു കഷ്ണം വിട്ടിട്ട്, ഇത്ര വലിയ കഷ്ണത്തിൻ്റെ ആവശ്യമില്ല, ഇത്ര വലിയ പീസിൻ്റെ ആവശ്യമില്ല, ഒരു കുഞ്ഞ് ഇത് വിട്ടാൽ മതി. എന്നിട്ട് ആ ലൂപ്പില്ല അതങ്ങോട്ട് വലിക്കുക. ഹുക്കെടുത്താണ്ട് വലിക്കുക. ഇങ്ങനെയാണ് ലോക്കാക്കി കൊടുക്കുന്നത്. കാരണം എൻ്റെ ലോക്കാക്കിയപ്പോൾ അവിടെ വീണ്ടും പീസ് അവിടെ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട് തോനെ. അപ്പോൾ ഞാനത് വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫ്ലവർ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പെറ്റൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലവർ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്കവിടെ തൃപ്തിക്ക് വേണമെങ്കിൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കുക, അതിന് പോരുമോ എന്നുള്ള പേടിക്ക്. പക്ഷെ ഞാൻ വെട്ടുന്നതിൻ്റെ മുന്നേ ആലോചിക്കണമായിരുന്നു. ഇപ്പോൾ എനിക്കത് കെട്ടിടാൻ കഴിയുന്നില്ല. പക്ഷേ അതങ്ങനെ ഊരിയൊന്നും പോരില്ല.
നമ്മൾ അങ്ങനെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലവറിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മളെ ഫ്ലവർ ഉള്ളത്. ഈ വീഡിയോ 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോ ആണ്. ഞാൻ വോയിസ് ഓവർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.